ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്തേ. സ്വസ്നേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ 2025 എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ, വളരെയധികം മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഷഹബാസിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. തൻ്റെ സഹപാഠികൾ ചേർന്നാണ് അതിക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത്. കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും അതോടൊപ്പം ഇതിൻ്റെ പ്രതികളായിട്ടുള്ളവർ പരീക്ഷ എഴുതുന്നതിന് അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അതെന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ആ കുട്ടി എന്ന് പറയുന്നത്. ആ കുടുംബത്തിൻ്റെ വിഷമം അല്ലെങ്കിൽ എങ്ങനെയാണത് നമുക്ക് അതിന് മറുപടി പറയാനായിട്ട് സാധിക്കുക എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. മാത്രമല്ല, നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടവും അധികാരികളും ഒക്കെ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അത് ആര് തന്നെ ആവട്ടെ, കുട്ടികളാണ് തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ വലിയവരാണ് തെറ്റ് ചെയ്തത് എന്നൊന്നുമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടോ ശിക്ഷ അത് ലഭിക്കേണ്ടത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഇല്ലാത്തിടത്തോളം കാലം ഇത്തരം കൊലപാതകങ്ങളും സംഭവങ്ങളും ഒക്കെ ഒരു തുടർക്കഥയായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ജനഗണമന എന്ന് പറയുന്നൊരു മൂവിയിൽ ഒരു ഡയലോഗുണ്ട്, ഒരു പട്ടി ചത്തു കഴിഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ടാവും, എന്നാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു പട്ടി പോലും വരില്ല എന്നുള്ള ധൈര്യം അതെവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. സത്യത്തിൽ അത് ഉണ്ടായിട്ടുള്ളത് എവിടെ നിന്നാണ്? നമ്മുടെ നിയമവ്യവസ്ഥിതികൾ മാറേണ്ടത് ഈ ഒരു സാഹചര്യത്തിലാണ്. നിയമങ്ങൾ ശക്തമാക്കണം, അത് കർശനമാക്കണം, അത് മാറേണ്ടത് അനിവാര്യമാണ്. ഇല്ലാത്തിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ നമ്മളെ വളരെയധികം കൂടുതലായി അല്ലെങ്കിൽ ഇതൊരു തുടർക്കഥയായി മാറിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല, ഒരു 15 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് അതിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. ഇവിടെ നമ്മൾ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമല്ല ചിന്തിക്കേണ്ടത്. കുറ്റം ചെയ്തിട്ടുണ്ടോ ശിക്ഷ ലഭിക്കണം, അത് ശക്തമാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ആ കുടുംബത്തിന് ഇനിയെങ്കിലും നീതി ലഭിക്കണം എന്നുള്ളതാണ്. എല്ലാവരും ഒന്നിച്ച് നിൽക്കുക, ആ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ.